വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത തികഞ്ഞ രാഷ്ട്രീയം പറയുന്നു എന്ന് തന്നെയാണ്. AICCയുടെ തലപ്പത്ത് തന്നെ രാഹുലിനോടും പ്രിയങ്കയോടും ഒപ്പം കസേരട്ടി ഇരിക്കാൻ പാകത്തിന് ഒരു നേതാവായി KC വളർന്നതും വ്യക്തി അധിക്ഷേപ പരാമർശങ്ങൾക്കപ്പുറത്ത് KC പച്ചയായി നേട്ടകൊട്ടങ്ങളെ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് മാത്രമാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പല പുകിലുകളും അരങ്ങേറി അൻവറിൽ ചുറ്റിപ്പറ്റി UDF രാഷ്ട്രീയം കലങ്ങി മറിയുന്നതിനിടക്കാണ് KC ലാൻഡ് ചെയ്യുന്നത്. അന്നത്തെ പെൻഷൻ പൈസ നൽകുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ഔദാര്യമാണ് എന്ന തരത്തിലുള്ള പരാമർശം പോലും KC അവിടെ നടത്തി. സത്യം പറഞ്ഞാൽ അൻവറും പിണറായിസവും സതീശനിസവും നട്ടം തിരിഞ്ഞ കത്തിയ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നേരെ നിലമ്പൂരിൽ ഇറങ്ങിയ KC. പിന്നീട് അങ്ങോട്ട് സർക്കാരിന്റെ വന്യജീവി പിടിപ്പുകേടിനെ പറ്റിയും ഷോക്കേറ്റ് വീഴുന്ന തരത്തിലുള്ള KSCBയുടെ ഒന്നിനും കൊള്ളാത്ത പണികളെ കുറിച്ചുമൊക്കെ ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്താനും മൊത്തത്തിൽ UDFനാവുകയും ചെയ്തതൊക്കെ KCയുടെ ആദ്യ കൊട്ടുകൊണ്ടാണ്. അങ്ങനെ കോൺഗ്രസ് അൻവറിസത്തെ പോലും പരാജയപ്പെടുത്തി വിജയിക്കുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഭക്തിമാർഗം സ്വീകരിച്ച മുഖ്യൻ സുകുമാരൻ നായർക്ക് കൈ കൊടുക്കുമ്പോഴും KC പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുകയാണ്. അവിടെ 5 കോടി ഒപ്പുശേഖരണത്തിലേക്ക് കടക്കുന്ന കഥയടക്കം KC പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. അല്ല, അത്തരം വിമർശനങ്ങളിലൊന്നും കോൺഗ്രസ് പങ്കാളിയല്ല. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഉണ്ടാവില്ല. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. അത് രാജ്യവ്യാപകമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ്. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തുന്ന ഒപ്പുശേഖരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാം ഇറങ്ങി ഇലക്ഷൻ കമ്മീഷനോട് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള ഒപ്പുശേഖരണ പരിപാടി നടക്കണം. 5 കോടി ഒപ്പ് ശേഖരിച്ച് ഒക്ടോബർ മാസം അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനാണ് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നത്. ഇത് SIR എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു വോട്ട് ചോരി സംഭവം തന്നെയാണിത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പേ ഇവിടെ പറഞ്ഞ് 2002 മാനദണ്ഡമാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ഈ ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ പല ജോലികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അവരെല്ലാം തിരിച്ചു വന്ന് ഇവരാവശ്യപ്പെടുന്ന ആധാർ കൊടുത്ത് രേഖകൾ കൊടുത്ത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് തീർത്തും അപ്രായോഗികമായ കാര്യമാണ്. ഈ സമയത്ത് തീരില്ല. ഇപ്പൊ ഒന്നാമത് ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി കേരളം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഇപ്പൊ ഏത് നിമിഷം പ്രഖ്യാപിക്കുന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ പോയി SIR ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ദുരുപദിഷ്ടിതമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമില്ല. എന്തായാലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇത് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത്? അടിയന്തരമായ കാര്യത്തിൽ തീരുമാനമെടുക്കണം. SIR കേരളത്തിൽ ഈ സാഹചര്യത്തിൽ പ്രായോഗികമല്ല.